ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മച്ചിൻ്റെ അടുക്കളയുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ബോണ്ടയാണ്. ഇത് നമ്മൾ ചോറും അരിപ്പൊടിയും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുമ്പേ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു ബൗളിലോട്ട് 1.5 കപ്പ് ചോറാണ് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചോറ്, അത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വൈറ്റ് റൈസ് ആയാലും മതി. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കയ്യിൽ കൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഇതിപ്പം ഞാനിവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് പച്ചമുളക് ചെറുതായി ഇതുപോലെ കനലിയാണ്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. മല്ലിയിലൊക്കെ അത്യാവശ്യം എടുത്താൽ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ 1 കപ്പ്, നമ്മൾ നേരത്തെ ചോറെടുത്ത സെയിം കപ്പിന് 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് തന്നെ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ചേർക്കാം. ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ കൈകൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു പുട്ടിനൊക്കെ നനച്ചിട്ടുള്ള ഒരു ഫീലാണ് കിട്ടുക. നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്, എന്നാൽ ഉരുട്ടിയെടുക്കാവുന്ന തരത്തിലോട്ടായിട്ടില്ല താനും. അപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റാത്ത തരത്തിൽ അത്രയും നനവില്ലെങ്കിൽ ഒരു ലേശം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ സിമ്പിളായിട്ട് ഇങ്ങനെ കയ്യിൽ ഉരുട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിലിപ്പോൾ കുറച്ച് വെള്ളം കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പതിയെ കുറച്ചായിട്ട് ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അധികമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും പൊടി ചേർത്തിട്ടൊക്കെ ശരിയാക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് വേവാനും കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ 1.5 കപ്പ് ചോറിലേക്ക് 1 കപ്പ് അരിപ്പൊടി എന്നുള്ള കണക്ക് തന്നെ എടുക്കണേ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് നനവെത്തിക്കഴിയുമ്പോൾ ഓരോ ബോൾസായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഒരുപാട് വലുപ്പത്തിൽ ഉണ്ടാക്കരുത്. അത് അത്യാവശ്യം ഒരു ചെറിയ ബോളായിട്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി. എന്താ വെച്ചാൽ ഒരുപാട് വലുതായി കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്കത് വേവാൻ ബുദ്ധിമുട്ടാവും. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചൂടായ എണ്ണയിലോട്ടിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിതിൽ മസാലപ്പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ തന്നെയാണ് ഇത് വേണ്ടത്. ഇതുപോലെ നമ്മൾ നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ വേവിച്ചെടുത്താൽ മതിയേ. ജസ്റ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും കോരരുത്, കാരണം അതിൻ്റെ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. അരിപ്പൊടിയും ഒക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി വരണമെങ്കിൽ ടൈം എടുക്കും. അപ്പോൾ പതിയെ ചെറുതീയിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരു കാര്യം കൂടി എന്താണെന്ന് വെച്ചാൽ ഇത് കോരി വാങ്ങുമ്പോൾ നല്ല ഹാർഡായിട്ടിരിക്കും. അപ്പോൾ അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുക. ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ മുകൾ ഭാഗം ക്രിസ്പി ആയിട്ടും ഉള്ളിൽ സോഫ്റ്റായിട്ടും ഇരിക്കുന്ന ബോണ്ട നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. എന്തായാലും ഇഷ്ടമാവും കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ മറ്റുള്ളവരിലേക്ക് ഇത് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോ ആയിട്ട് കാണാം. Thank you.